Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 2 ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നു ഇന്ന് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. HS അറ്റാച്ച്ഡ് സ്കൂളിലെ കുട്ടികൾക്കാണ് ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നത്. LP UP സ്കൂളുകാർക്ക് ടൈം ടേബിളിൽ വ്യത്യാസമുണ്ട്. ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2026 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. പ്രവർത്തനം 6. പ്രവർത്തനം 5 വരെ ഇൻ്റഗ്രേഷൻ ഡേ 1-ൽ ഉണ്ടായിരുന്നു. പ്രവർത്തനം 6 പറഞ്ഞത് എന്തെല്ലാം? കടം കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മാൻകുഞ്ഞ് സമ്മാനവുമായി വീട്ടിലേക്ക് ഓടി. വഴിയിൽ കുതിരച്ചേട്ടനെ കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണമാണ്. 1ാം സ്ഥാനം കിട്ടിയ മാൻകുഞ്ഞ് വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കുതിരച്ചേട്ടനെ കണ്ടു. അപ്പോൾ സമ്മാനത്തെ കുറിച്ചൊക്കെ പറയണം കേട്ടോ, സമ്മാനം കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ അതെങ്ങനെയായിരിക്കാം സംഭാഷണം നടന്നിട്ടുണ്ടാവുക? കുതിര വിളിക്കുകയാണ്, മാൻകുഞ്ഞേ. അപ്പം മാൻ ചോദിക്കുകയാണ്, മാൻകുഞ്ഞേ ഇങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ ഓടുന്നത്? അപ്പോൾ മാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവാം? കുതിരച്ചേട്ടാ, ഞാൻ കടം കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി വീട്ടിലേക്ക് പോവുകയാണ്. കുതിര, ഓ കൊള്ളാമല്ലോ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മാൻ, ഇതെനിക്ക് സമ്മാനമായി കിട്ടിയതാണ്. കുതിര, മിടുക്കൻ, അഭിനന്ദനങ്ങൾ കേട്ടോ. മാൻ, നന്ദി കുതിരച്ചേട്ടാ. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാം. ഒരു മാതൃക മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 7ാമത്തെ പ്രവർത്തനം ശുചിത്വം മഹത്വം. പാചക മത്സരത്തിൽ പങ്കെടുത്ത കുതിരച്ചേട്ടൻ കണ്ട കാര്യങ്ങൾ നോക്കൂ. ശരിയായവയ്ക്ക് ചിരിക്കുന്ന സ്മൈലി, തെറ്റായവയ്ക്ക് സാഡ് സ്മൈലി വരച്ച് ചേർക്കാം. പാചകത്തിന് മുമ്പ് കൈ കഴുകി, നല്ല ശീലമല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഹാപ്പി സ്മൈലി. പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകിയില്ല, ഒന്നാണ്, ബാഡ് ആണല്ലേ? ഓക്കെ. കഴുകാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചു, ശരിയാണോ? നോ, തെറ്റാണ്. ആഹാരം അടച്ചു വെച്ചിട്ടുണ്ട്, ശരിയാണ്. ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചു, ശരിയാണ്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പാചകം ചെയ്തു, തെറ്റാണ്. ഓക്കെ. അപ്പോൾ ശരിയായവയ്ക്ക് ഹാപ്പി സ്മൈലിയും തെറ്റായവയ്ക്ക് സാഡ് സ്മൈലിയും. എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്തല്ലോ അല്ലേ? അതിലിനി അടുത്ത ചോദ്യം, ആരോഗ്യകരമായ ജീവിതത്തിന് നാം പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ എഴുതുക. ദിവസവും കുളിക്കണം. ഇനി എന്തൊക്കെ ചെയ്യാം? ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വയ്ക്കണം. ഇതുപോലെ ഒത്തിരി ശുചിത്വ ശീലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതിയല്ലോ അല്ലേ? എഴുതി. പ്രവർത്തനം 8 ആകാശത്തിലെ കൂട്ടുകാർ. കാട്ടിലെ ഉത്സവത്തിന് ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു. കുയിലമ്മ വരച്ച ചിത്രത്തിന് നിറം നൽകുക. മഴവില്ലിന് മനോഹരമായി നിറം നൽകുക.
മഴവില്ലിന് എത്ര നിറങ്ങൾ? 7. മഴവില്ലിന് 7 നിറങ്ങൾ. അതിൽ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇതിൽ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേരെഴുതുക. മഴവില്ലിലെ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേരെഴുതുക എന്നായിരുന്നു അടുത്ത ചോദ്യം. രാത്രിയിൽ ആകാശത്ത് കാണുന്നത് എന്തെല്ലാം? ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവയാണ് ആകാശത്ത് കാണുന്നത്. പ്രവർത്തനം 9 പത്രവാർത്ത. മാമലക്കാട്ടിലെ ഉത്സവം കഴിഞ്ഞു. വനശബ്ദം പത്രത്തിലേക്കുള്ള ഉത്സവത്തിന്റെ ഒരു വാർത്ത തയ്യാറാക്കുക. അപ്പൊ മാമലക്കാട്ടിലാണ്. അപ്പൊ എന്തെഴുതിയ? മാമലക്കാട്ടിൽ ഉത്സവ ലഹരി അല്ലെങ്കിൽ ഉത്സവ മാമാങ്കം അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. മാമലക്കാട്ടിൽ ഉത്സവം അല്ലെങ്കിൽ കൊടിയിറങ്ങി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഹെഡിങ് കൊടുക്കാം. പത്രത്തിൽ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഹെഡിങ് കണ്ടിട്ടില്ലേ പത്രത്തിൽ? യെസ്. അതിനുശേഷം സ്ഥലം എഴുതി 2 കുത്തിട്ടിട്ട് എന്ത് ചെയ്യും? എന്താണെന്ന് എഴുതും. എന്നിട്ട് അതിനെക്കുറിച്ച് വിവരിക്കും. മാമലക്കാട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് മാമലക്കാട്ടിൽ വമ്പിച്ച ഉത്സവം ആഘോഷിച്ചു. അപ്പൊ നടന്ന കാര്യം ആദ്യം പറഞ്ഞു. മനോഹരമായ കലാപരിപാടികളും മത്സരങ്ങളും ഉത്സവത്തിന് മാറ്റുകൂട്ടി. കവിതാ മത്സരത്തിൽ മാൻകുട്ടി 1ാം സ്ഥാനം കരസ്ഥമാക്കി. വനത്തിലെ എല്ലാ മൃഗങ്ങളും ഒത്തുചേർന്ന ഈ ആഘോഷം സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും വിളംബരമായി മാറി. ഇതുപോലെ ഒരു ന്യൂസ് വാർത്ത തയ്യാറാക്കാനായിരുന്നു 9ാമത്തെ പ്രവർത്തനം. 10ാമത്തത് നിയമം പാലിക്കാം. ഉത്സവം കഴിഞ്ഞ് കുതിരച്ചേട്ടൻ നാടു കാണാൻ ഇറങ്ങി. റോഡ് നിറയെ വാഹനങ്ങൾ. കുതിരച്ചേട്ടൻ പതുക്കെ നടന്നു. അതാ ഒരു വെളിച്ചം. എന്താണ്? സിഗ്നൽ ലൈറ്റ്. സിഗ്നൽ ലൈറ്റിന് നിറം എങ്ങനെയാ നൽകുക? ആദ്യം എന്താ കൊടുക്കുക? ഇവിടെയൊക്കെ ബ്ലാക്ക് ആണ്. അതിനുള്ളിൽ നിറം കൊടുക്കണം. എന്താണ്? ചുവപ്പ്, മഞ്ഞ, പച്ച. ഓക്കെ. സിഗ്നൽ വെളിച്ചം നൽകുന്ന സൂചനകൾ എന്തെല്ലാം? ചുവപ്പ് എന്താണ്? നിർത്തുക. മഞ്ഞ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തയ്യാറെടുക്കുക. പച്ച മുന്നോട്ട് പോകാം. റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എഴുതുക. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക. റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക. അപ്പൊ റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കണം. അപ്പൊ എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നില്ലേ? നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.